ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ണൂർക്കാരോട് സ്പെഷ്യലായ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേന്ത്രപ്പഴം ഞാൻ ആവി കയറ്റാൻ വെച്ചു. അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് മുട്ടയും തേങ്ങയും പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഇവിടെ മേപ്പിൾ സിറപ്പാണ് ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് കാടമൻ പൗഡറിലിട്ടിട്ട് അതിൻ്റെ ഫില്ലിംഗ് ആക്കി വെച്ചു. അപ്പോഴേക്കന്നെ നമ്മളെ പഴം നന്നായി ആവി കയറി വന്നിട്ടുണ്ടായിരുന്നേ. പഴം ഞാൻ അധികം പഴുക്കാത്ത പഴമാണ് ഉന്നക്കായക്ക് വേണ്ടുന്നത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതേപോലെ കറുത്ത നാര് കാണുന്നില്ലേ നിങ്ങൾക്ക്, സീഡ്സ് പോലത്തെ, അതെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉന്നക്കായക്ക് അതിൻ്റെ കുഴക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കണ്ണൂർ സൈഡിൽ നോമ്പുറയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷസാണ്. പിന്നെ നമ്മുടെ ഈ വീട്ടിൽ പഴംപൊരിയും ഉന്നക്കായലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും മക്കൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതിങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഇവിടെ നെയ്ക്ക് പകരം ഞാൻ ഇച്ചിരി ബട്ടറാണ് ഉപയോഗിച്ചത്. നമ്മളെ പഴം ഒന്ന് നന്നായി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നെയ്യ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലൈറ്റ് ചൂടോട് കൂടിയിട്ട് നന്നായി നമ്മൾ പഴം കുഴച്ചെടുക്കണം. ഈ നെയ്യ് ഉപയോഗിക്കുമ്പോൾ നമ്മളെ കൈക്കൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെയും, ചൂടുണ്ടെങ്കിൽ അത് അങ്ങനെ കൈക്കങ്ങനെ ചൂട് തോന്നാത്ത രീതിയിൽ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ മാഷ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം നന്നായി ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ ലൈറ്റ് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ബട്ടറിലോ ഇട്ടിട്ട് നമ്മൾ രണ്ട് സൈഡും പൊരിച്ചെടുക്കുക. ഞാനിവിടെ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അധികം കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു ഷാലോ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നന്നായി ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലോണം ഡീപ്പ് ഫ്രൈ ആയിട്ടും എടുക്കാം. അങ്ങനെ ഞാൻ ഇതേപോലെ ഷാലോ ഫ്രൈ എടുത്ത ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, അങ്ങനെ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.